അപ്പൊ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് എന്തുണ്ടാവുക? അവർക്ക് ജനങ്ങളൊരു തൃപ്തി ആഗ്രഹിക്കും, ജനങ്ങളിൽ സ്ഥാനം ആഗ്രഹിക്കും, ജനങ്ങളെ ലൈക്ക് ആഗ്രഹിക്കും, ജനങ്ങളെ കമന്റ്സ് ആഗ്രഹിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ജനങ്ങളൊന്നും തന്നെ അവർക്ക് ആഗ്രഹിക്കില്ല. അവരുടെ ആഗ്രഹം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ ലൈക്സ് ആണ്. അള്ളാഹു എന്നിൽ ഡിസ്ലൈക്ക് ആവോ എന്നുള്ള പേടിയാണ്. അല്ലെ, നമ്മളിപ്പോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒരുപാട് ലൈക്സ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇത്ര ലൈക്സ് കിട്ടി, അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്. 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ നോട്ടീസൊക്കെ അടിക്കും. 1 മില്യൺ വ്യൂ അല്ലെങ്കിൽ 5 മില്യൺ ഫോളോവേഴ്സ്, അതിനൊരു വാർഷികം ആക്കും, അങ്ങനെ എന്തൊക്കെയോ ആക്കും. അതൊക്കെ അത്തരം കാണിച്ചു കൂട്ടുന്ന പുറകില് ജനങ്ങളെ തൃപ്തി ആഗ്രഹിക്കുന്നതിന്റെ സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ 5 മില്യൺ വ്യൂ എന്നൊക്കെ പറഞ്ഞ് വലിയ നോട്ടീസ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ 5 മില്യൺ ഫോളോവേഴ്സ് എന്നിട്ട് വലിയ നോട്ടീസ്, അങ്ങനെ 5 മില്യൺ ഫോളോവേഴ്സ് ആയി എന്നിട്ട് ചില ഉസ്താദ്മാർക്ക് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ ചാനലിൽ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആളുകൾ ഇത്ര ഉണ്ട് എന്ന്, ഇത്ര ആയി എന്നുള്ള സന്തോഷത്തിന് പറയില്ല. പക്ഷെ എത്രമാത്രം അതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ജനങ്ങളെ ഇടയിലുള്ള സ്വീകരണം, ജനങ്ങളുള്ള സ്ഥാനമാനങ്ങൾ, അതിനെ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ട് ഇതൊക്കെ എത്ര 10 മില്യൺ ലൈക്സ് ഉണ്ടായാലും 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായാലും അള്ളാഹുവിന്റെ ഒരു ഇഷ്ടമില്ലെങ്കിൽ എന്ത് കാര്യം? അല്ലെ, അള്ളാഹുവിന്റെ ഒരു ലൈക്ക് ഈ ലോകത്തിന് എത്ര ലൈക്കിനേക്കാളും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്താണ്? അള്ളാഹുവിന്റെ ഒറ്റ ലൈക്കാണ്. അതിനുവേണ്ടി നമ്മൾ സിൻസിയറായി പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ള ലൈക്സ് അല്ലെങ്കിൽ മറ്റുള്ള ഫോളോവേഴ്സ് നമുക്കൊരു സന്തോഷം നൽകാൻ പാടില്ല. അല്ലെങ്കിൽ അത് നമ്മളെ അള്ളാഹുവിന്റെ തൃപ്തിനെ മുകളിലാക്കാൻ പാടില്ല. അവർ ഫോളോ ചെയ്യട്ടെ, അവർ ലൈക്ക് ആവട്ടെ, അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്, അള്ളാഹു നൽകുന്ന ഒരു സ്ഥാനമാണ്. അതില് ഞാൻ ഇത്രമാത്രം സന്തോഷിക്കേണ്ടതുണ്ടോ? നാളെ അതേ ആളുകൾ എന്നെ ഡിസ്ലൈക്ക് ചെയ്യാനും മതി, അതേ ആളുകൾ എന്നെ അൺഫോളോ ചെയ്യാനും മതി. പക്ഷെ അള്ളാഹുവിനെ ലൈക്കെങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാം നഷ്ടമായില്ലേ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.